ഹായ്, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടി എന്ന സ്ഥലത്താണ്. ഇവിടെ ബസ് റോഡിൽ നിന്നും ഏതാണ്ട് ഒരു 150 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച മനോഹരമായ വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡ് 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ വില്ല പ്രൊജക്ടിൻ്റെ ഭാഗമായാണ് ഈ വീട് വരുന്നത്. നല്ലൊരു ലൊക്കേഷനാണ്. നമ്മുടെ ലൊക്കേഷൻ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, ആലുവ ടൗണിലേക്കാണെങ്കിൽ 6 കിലോമീറ്റർ ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ഇടപ്പള്ളിയിലേക്ക് ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. മനോഹരമായ ഈ വീട് 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയ ഈ വീട് തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് വീടിന് നൽകിയിരിക്കുന്നത്. മനോഹരമായ ഒരു എലവേഷനിലാണ്, ഒരു ബോക്സി മോഡലാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്നും ഡയറക്റ്റ് ആക്സസ് ലഭിക്കുന്ന ഒരു പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജായാണ് ഈ വീട് വരുന്നത്. ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന റോഡ് സൗകര്യം ഈ വീടിന് അവൈലബിൾ ആണ്. മാത്രമല്ല വീടിൻ്റെ ഒരു 200 മീറ്റർ ചുറ്റളവിൽ ജംഗ്ഷൻ അവൈലബിൾ ആണ്. ഏത് ഒരു സാമഗ്രിയോ വാങ്ങിക്കാനും ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരമാണ് ഈ വീട്ടിൽ നിന്ന് വരുന്നുള്ളൂ. ധാരാളം വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ഗേറ്റ് വീടിന് അവൈലബിൾ ആണ്. നല്ല വീതിയിലാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വലിയ കാറും ഈസിയായി നമുക്ക് കയറ്റി ഇറക്കി തിരിക്കാനുള്ള ഒരു ഓപ്ഷൻ, ഒരു സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സെറ്റ് ബാക്കെല്ലാം നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. വീടിന് ചുറ്റും ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി അലക്ക് കല്ല് നൽകിയിട്ടുണ്ട്. ധാരാളം വീടുകളും പുതിയ വീടുകളെല്ലാം വരുന്ന മനോഹരമായൊരു ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വരുന്നത്. വടക്ക് കിഴക്ക് മൂലയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാകല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം വെച്ച് നൽകുന്നതാണ്. സിറ്റ് ഔട്ട് ചെറിയ സിറ്റ് ഔട്ടാണ്. ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറ് 2 പാളികളിലായാണ് ചെയ്തിരിക്കുന്നത്. പോളിഷ് എല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടുത്തെ വുഡൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ആഞ്ഞിലി മരത്തിലാണ്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ലിവിങ് സ്പേസ് തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. TV യൂണിറ്റ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് എൻട്രി വരുന്നു. നല്ലൊരു സ്പേഷ്യസായ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു ഡൈനിങ് ഏരിയ. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് എല്ലാം ഈ ഒരു സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയ ഒരു 12-15 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിളെല്ലാം യൂസ് ചെയ്യാനുള്ള സ്പേസ് എല്ലാം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ഭാഗത്തായാണ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ, കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയ ചേർന്ന് തന്നെ ഒരു മനോഹരമായ ഓപ്പൺ കിച്ചൺ അവൈലബിൾ ആണ്.
നല്ല സ്പേഷ്യസ് കിച്ചണാണ്. ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയ ഒരു കിച്ചണാണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിരിക്കുന്നു. കിച്ചൺ ടോപ്പിനായി ഗ്ലോസി ഫിനിഷിലാണ്, ഗ്രാനൈറ്റ് ആണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സെക്കൻഡറി കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയ അവൈലബിൾ ആണ്. ഇനി വേണമെങ്കിൽ കിച്ചൻ്റെ ഔട്ട്സൈഡായി നമുക്കൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ്, ഒരു ഷീറ്റ് വർക്കെല്ലാം ചെയ്ത് എടുക്കാനുള്ള സ്പേസും അവൈലബിൾ ആണ്. മാത്രമല്ല ഡിഷ് വാഷ് ഒഴിക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം നമുക്ക് ഈ കിച്ചണിൽ അവൈലബിൾ ആണ്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും ഡ്രസ്സിങ് ഏരിയ എല്ലാം നൽകി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു സൈഡ് വാളിൽ ഗ്ലാസ് വർക്കെല്ലാം ചെയ്ത് UPVC ടഫൻ ഗ്ലാസ് എല്ലാം നൽകിയിട്ടുണ്ട്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഡ്രസ്സിങ് ഏരിയയും നമുക്ക് അവൈലബിൾ ആണ്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം നൽകിയിട്ടുള്ളത്. മാത്രമല്ല സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കാണാം. സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് നിന്ന് നൽകിയിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ടൈൽസുകളും ഹാൻഡ് ടൈലിനായി ടഫൻ ഗ്ലാസും വുഡുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. വാളുകളിൽ വാൾപേപ്പറെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ എല്ലാം ചെറിയ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും സീലിംഗ് ഫാനെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. മാത്രമല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം, ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. വലിയ വെർട്ടിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് പാറ്റേണിലാണ് ഇവിടുത്തെ ഫ്ലോറിംഗ് നൽകിയിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബെഡ്റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 2000 സ്ക്വയർ ഫീറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആണ് ഇവിടുത്തെ ബെഡ്റൂമുകൾക്ക് വരുന്നത്. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും മനോഹരമായ പാറ്റേണിലാണ് ഇവിടുത്തെ വാൾ ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റ് സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ബാത്റൂം ആണെങ്കിലും മനോഹരമായ ബാത്റൂമാണ്. നല്ല ഭംഗിയിൽ തന്നെയാണ് വാൾ ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്ക് ഒരു എൻട്രി വരുന്നത്. നല്ല നീളത്തിലൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സിലിണ്ടർ ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ടഫൻ ഗ്ലാസ് ആണ് ഹാൻഡിലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. വീടിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 8 കിലോമീറ്റർ മാത്രം ദൂരത്തായും, ആലുവ ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരത്തായും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തുമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഈ വീട് വരുന്നത്. 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത നല്ലൊരു ലൊക്കേഷനാണ്. ബസ് റോഡിൽ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. നമ്മുടെ ഇതിന്റെ വില വരുന്നത് 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.